ചെയ്യാൻ പോണ റെസിപ്പി മുരിങ്ങയിലയും പച്ചരിയും കൊണ്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ ഇതുകൊണ്ട് ഉണ്ടാക്കണ റെസിപ്പി കേട്ടാ. ദോശയാണ് കേട്ടോ. അതിന് ഞാൻ ആവശ്യമുള്ള ഒരു കപ്പ് പച്ചരി ഞാൻ ഈ ജാറിലേക്ക് ഇടുന്നത്. ഞാനൊരു 3 മണിക്കൂർ കുതിർത്തിയ പച്ചരിയാണ് ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇട്ട് അരയ്ക്കാൻ പോണത്. ഇത് ഞാൻ ഒരുവിധം വലിപ്പമുള്ള ഉള്ളി 5-6 അരിഞ്ഞത് ഞാൻ ഈ ജാറിലേക്ക് ഇടുന്നതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വേപ്പില, സ്പൂൺ ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ 1/2 കപ്പ് നാളികേരം ഞാൻ ഇതിലേക്ക് ഇടണം കേട്ടോ. 1/2 കപ്പ് നാളികേരം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഇത് മിക്സിയിൽ അരയ്ക്കാൻ പോവുകയാണ്. ഞാനിത് അരച്ച് വെച്ചത് ബൗളിലേക്ക് ഇടണേ കേട്ടോ. ഞാനിതിലേക്ക് മുരിങ്ങയില ഇടണേ കേട്ടോ. നന്നായിട്ട് കഴുകി വാരി വെച്ച മുരിങ്ങയില ഞാൻ ഇതിലേക്ക് ചേർക്കണേ ഈ മാവിലേക്ക്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കേട്ടത്. നന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നിങ്ങൾക്ക് ഈ മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ചീരിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടതെല്ലാം കറക്റ്റാണ്. ഉപ്പായാലും മുളകായാലും ഞാൻ ഇട്ടേക്കണം നല്ല കറക്റ്റ് പാകത്തിലാണ് ഇട്ടേക്കണത് ഇടാൻ. അതെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് എണ്ണ ഈ ചട്ടിയിലേക്ക് തടവി കൊടുത്തിട്ട് വേണം ഈ അപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. എണ്ണ ഒന്ന് തടവി കൊടുക്കണം. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഈ എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണയോ പാം ഓയിലോ ഇത്തിരി മുകളിലേക്ക് എണ്ണ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളയപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കണത്. ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഞാനിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കണേ. ഇപ്പം ഒരു 2 മിനിറ്റ് ആയി. ഇപ്പം ഞാനിത് അങ്ങോട്ട് മറിച്ചിടാൻ പോവേണ്ട കേട്ടോ. അടിപൊളി ദോശയാണ് കേട്ടോ. എൻ്റെ മുരിങ്ങയില ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.